ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ അവിടെ കോടതികൾക്കും മറ്റ് നീതിന്യായ സംവിധാനത്തിനുമൊന്നും വലിയ റോൾ ഉണ്ടായില്ല. അവർക്ക് വേണ്ടി അവർ തന്നെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അത് മറികടക്കാൻ കോടതികളെ പോലും ബി.ജെ.പി. സർക്കാർ അനുവദിക്കുന്ന പതിവില്ല. സുപ്രീം കോടതി ചട്ടങ്ങൾ വരെ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. കൊലപാതക കേസിൽ കുറ്റകൃത്യം തെളിഞ്ഞു എന്ന് കണ്ടെത്തിയാൽ പിന്നീട് കോടതിയെ ശിക്ഷിക്കുകയാണ് പതിവ്. ആ പതിവും ബി.ജെ.പി. സർക്കാർ അട്ടിമറിക്കുകയാണ്. കൊലപാതക കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി ശിക്ഷിച്ച പ്രതിയെ കോടതിയുടെ മൂക്കിൻ തുമ്പിലൂടെയാണ് ബി.ജെ.പി. സർക്കാർ ഇറക്കിക്കൊണ്ടുവന്നത്. പ്രതി ബി.ജെ.പി. എം.എൽ.എ. ആയതുകൊണ്ട് അതിനപ്പുറം ബി.ജെ.പി. സർക്കാർ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശിക്ഷാ കാലാവധി 4 വർഷം മാത്രം പിന്നിട്ടപ്പോഴാണ് എം.എൽ.എക്ക് മോചനം ലഭിച്ചിരിക്കുന്നത്. കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ബി.ജെ.പി. മുൻ എം.എൽ.എ. നേരത്തെ പുറത്തിറക്കുവാനുള്ള ഉത്തർപ്രദേശ് സർക്കാരിന്റെ തീരുമാനം വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ബാരാ മുൻ എം.എൽ.എ. ആയ ഉദയഭൻ കർവാരിക്കാണ് യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ സഹായം കൊണ്ട് ജയിൽ മോചനം സാധ്യമായത്. ഉദയഭന്റെ അപേക്ഷയിൽ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുകയാണ്. 1996 സമാജ്വാദി പാർട്ടി എം.എൽ.എ. കൊലപ്പെടുത്തിയതിനാണ് 4 വർഷങ്ങൾക്ക് മുമ്പ് കർവാരിയെ ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചത്. ഉദയഭാൻ കർവാരിയുടെ ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച് ദയാഹർജി സമിതി, ജില്ലാ മജിസ്ട്രേറ്റ്, പ്രയാഗ്രാജ് SSP എന്നിവരുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ബി.ജെ.പി. എം.എൽ.എ. ശിക്ഷാ കാലാവധിക്ക് മുമ്പ് മോചിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ മധുമിത ശുക്ല വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ ബി.ജെ.പി. സംസ്ഥാന മന്ത്രി അമർമണി ത്രിപാഠിയെയും ഭാര്യ മധുമണി ത്രിപാഠിയെയും മോചിപ്പിച്ച് 1 വർഷത്തിന് ശേഷമാണ് കൊലക്കേസ് പ്രതിയായ മറ്റൊരു ബി.ജെ.പി. നേതാവിനെയും യോഗി സർക്കാർ മോചിപ്പിക്കാൻ ഒരുങ്ങുന്നത്. 2019 നവംബർ 4-നാണ് പ്രയാഗ്രാജ് കോടതി 55-കാരനായ ഉദയഭാൻ കർവാരിയ സഹോദരന്മാരായ സൂരജ് ഭാൻ, കപിൽ മുനി, ഇവരുടെ അമ്മാവനായ രാംചന്ദ്ര എന്നിവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നത്. ഇവരിൽ സൂരജ് ഭാൻ BSPയുടെ മുൻ MLC-യും കപിൽ മുനി BSPയുടെ മുൻ MP-യുമാണ്. പ്രയാഗ്രാജിലെ നൈനി സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ച് വരികയാണ് ഈ നേതാക്കന്മാർ. സമാജ്വാദി പാർട്ടി നേതാവും MLA-യുമായ ജവഹർ യാദവ് എന്ന ജവഹർ പണ്ഡിറ്റിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിനായിരുന്നു കോടതി ശിക്ഷ വിധിച്ചത്. 2018 കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാർ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ആവശ്യം കോടതി തള്ളുകയായിരുന്നു. 1996-ലാണ് പ്രയാഗ്രാജ് സിവിൽ ലൈൻ ഏരിയയിൽ വെച്ച് SP MLA ആയിരുന്ന ജവഹർ പണ്ഡിറ്റിനെ അദ്ദേഹത്തിന്റെ വാഹനം വളഞ്ഞ് ഒരു സംഘം AK-47 തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നത്. MLA-യുടെ ഡ്രൈവർ ഉൾപ്പെടെ മറ്റു 2 പേർ കൂടി കൊല്ലപ്പെട്ടിരുന്നു. രാഷ്ട്രീയ ബിസിനസ് ശത്രുതയായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ അന്വേഷണത്തിന് ഒടുവിലാണ് ബി.ജെ.പി. നേതാവ് അഴിക്കുള്ളിലാവുന്നത്. ഒടുവിൽ നിയമങ്ങളെ നോക്കുകുത്തിയാക്കി നേതാവ് പുറത്തിറങ്ങുമ്പോൾ നിരപരാധികളായ 100 കണക്കിന് സാധാരണക്കാർ ജയിൽക്കുള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നത് ബി.ജെ.പിക്കാർ വിസ്മരിക്കുകയാണ്.